മാംസക്കുതിയന്മാരായിട്ടുള്ള ഇത്ര ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന ഈ നടന്മാരെയാണോ അമ്മ എന്ന് പറയുന്ന ആ ഒരു സംഘടനയുടെ തലപ്പത്ത് കൊണ്ടുവരേണ്ടിയിരുന്നെന്ന് ചോദിച്ചാൽ, അങ്ങനെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നീതി കിട്ടുക തന്നെ വേണം. പക്ഷെ അതിവിടെ നമ്മുടെ നിയമത്തിന്റെ മുന്നിൽ തെളിയിക്കപ്പെടണം. ഒരു ആരോപണമായിട്ട് മാത്രം അത് അവശേഷിക്കരുത്. നമ്മുടെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഷിജുചേട്ടനെ പറ്റിയിട്ടാണെങ്കിൽ ഷിജുചേട്ടന്റെ പേരും അതിനകത്ത് വന്നിട്ടുണ്ട്. റീസെന്റ് അഖിൽ മാരാർ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷിജുചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പ്രതികരിച്ച അതിജീവിതയ്ക്ക് എന്താണ് സംഭവിച്ചത്? അത് പേടിച്ച് തന്നെയാണ് ഈ പറയുന്ന ഈ അതിജീവിതയ്ക്ക് എന്ന് പറയുന്ന അതിജീവിതയുടെ പേര് ഞാനിവിടെ പറഞ്ഞില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാണ് ഞാൻ ആരെ ഉദ്ദേശിച്ചത്. 14 പേരുടെ പേരുകൾ അതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. ആ 14 പേരുകൾ പറയുന്നത് എന്നെ പീഡിപ്പിച്ച ആളുകൾ ഇത്രയും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് പ്രതികരിച്ചിട്ടുണ്ട്. അതായത് രേവതി സമ്പത്തിന്റെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോഴത്തേക്കിന് ആ ഒരു വ്യക്തി പഠിച്ചിരുന്ന യൂണിവേഴ്സിറ്റിയിലെ തന്റെ സഹപാഠിയായിരുന്ന റൂംമേറ്റ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ അത് വീഡിയോ എടുത്ത് പകർത്തി പ്രചരിപ്പിച്ചു എന്നുള്ള രീതിയിൽ ഒരു ആരോപണം ആ ഒരു വീഡിയോക്കകത്തൂടെ സംസാരിക്കുന്നുണ്ട്. എല്ലാ ആരോപണങ്ങളാണല്ലോ ഉന്നയിക്കപ്പെടുന്നത് ഇവിടെ. അപ്പൊ സിദ്ദിഖിനെതിരെ വിരൽ ചൂണ്ടിയപ്പോൾ അദ്ദേഹം അത് സമ്മതം എന്ന രീതിയിലാണ് അദ്ദേഹം ആ സ്ഥാനം ഒഴിഞ്ഞു പോയത്. സിദ്ദിഖ് പറഞ്ഞത് നടന്മാരുടെയും നടിമാരുടെയും ഉന്നമനത്തിനായി ഞാൻ എന്തും ചെയ്യും, അവർക്കൊരു വീഴ്ച ഉണ്ടായി ഞാൻ അവരുടെ കൂടെ നിൽക്കും. ഇപ്പോൾ അദ്ദേഹം ചെയ്തത് എന്താണ്? ഈ പറഞ്ഞ സമ്പത്ത് എന്ന് പറഞ്ഞ രേവതി സമ്പത്ത് എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചു. അവരെന്തോ +2 പഠിക്കുന്നതിന് ആ ഒരു ഗ്യാപ്പിൽ ആരോപണം ഉന്നയിച്ചു. സിദ്ദിഖ് എന്ന് പറഞ്ഞ ജനറൽ സെക്രട്ടറി അമ്മയുടെ സ്ഥാനത്ത് വന്ന ഉടനെ ആദ്യം കൊടുത്ത ഒരു കോളിളക്കം ഉണ്ടാക്കിയ ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ചെകുത്താനെതിരെ അദ്ദേഹം പേഴ്സണലി പരാതി കൊടുക്കുന്നത്. ഏതാണ്ട് 12 മണിക്കൂറോളം അദ്ദേഹത്തിന് ഭക്ഷണമോ വെള്ളമോ ടാബ്ലറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും കൊടുക്കാതിരുന്ന ആ ഒരു മനസ്സാണ് നമ്മുടെ നിയമപാലകർക്കുള്ളത്. അദ്ദേഹം ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ്, ആൻജിയോഗ്രാം ചെയ്തൊരു പേഷ്യന്റ് ആണ്, എന്നിട്ട് പോലും അദ്ദേഹത്തിന് അത് കൊടുത്തില്ല. ഹാർവിയോറ ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. നമസ്കാരം, ശനിദശയിലേക്ക് സ്വാഗതം. ഞാൻ ശാരിക. ഞാൻ ശിവജിത്ത്. ഒരുപാട് വിഗ്രഹങ്ങൾ തകർന്നടിഞ്ഞു. അതിൽ ആരോപണ വിധേയരായവരെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആൾക്കാരാണ്. അമ്മ എന്ന ആരോപണ വിധേയർ തീർച്ചയായിട്ടും ചെയ്തവർ എന്നല്ല, ആരോപണ വിധേയർ. തെറ്റ് ചെയ്യുമ്പോഴാണല്ലോ ആരോപണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിക്കലും അഭിനന്ദനമല്ല. തെറ്റ് ചെയ്യുന്നവരാണ് നമ്മൾ ആരോപണം ഉണ്ടാക്കുന്നത്, അഭിനന്ദിക്കുന്നതല്ല. അഭിനന്ദനം വേറെ. പക്ഷെ ആരോപണം എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്ന അയാൾ തെറ്റ് ചെയ്യപ്പെടുകയോ സംശയത്തിന്റെ മുൻമുന്നിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ആരോപണം എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെ സംശയത്തിന്റെ മുൻമുന്നിലേക്ക് വരുന്നു എന്നതിലേക്കാണ് നമ്മൾ ഇതിനകത്ത് കിടക്കുന്നത്. ഇപ്പൊ സിദ്ദിഖ് എന്ന് പറയുന്ന വ്യക്തി, സിദ്ദിഖ് എന്ന് പറയുന്ന നടൻ, ഒരു മഹാനടൻ എന്ന് തന്നെ വേണമെങ്കിൽ അദ്ദേഹത്തെ പറയാം. അദ്ദേഹത്തിന്റെ മാത്രം റോള് കണ്ട് സിനിമാ തിയേറ്ററിൽ ഇടിച്ചു കയറിയ ആരാധകരായിരുന്നു മലയാളികൾ. ഈ അടുത്ത കാലത്തൊന്നും സിനിമകളിൽ ഉൾപ്പെടെ സിദ്ദിഖിന്റെ അഭിനയം മാസാണ്. അദ്ദേഹം ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ കാണികളാണ് നമുക്കുണ്ടായിരുന്നത്. അത്രയും നല്ലൊരു നടൻ തന്നെയായിരുന്നു സിദ്ദിഖ്. സിദ്ദിഖ് എന്ന് പറഞ്ഞ മഹാനടൻ ഈ അടുത്ത കാലത്താണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെട്ടത്. അദ്ദേഹത്തിന് ഒരു ഉത്തരവാദിത്വം കൂടുതൽ വന്നു. അപ്പൊ അദ്ദേഹം തീർച്ചയായിട്ടും അതിനിടയ്ക്ക് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ എടുത്ത് ഞാൻ പറയാം. നമ്മുടെ ലാലേട്ടൻ നമ്മുടെ വയനാട്ടിലെ ദുരന്തത്തെ സമയത്ത് അദ്ദേഹം ലഫ്റ്റനന്റ് കേണൽ എന്ന ആ പദവി ഉപയോഗിച്ച് അവിടെ ഒരു സഹായങ്ങളെല്ലാം പറഞ്ഞിരുന്നു. 3 കോടി രൂപയുടെ സഹായങ്ങൾ, മറ്റു സഹായങ്ങൾ ജനങ്ങളെ കാണാനൊക്കെ ചെല്ലുന്നു. അതിന്റെ പേരിൽ ഒരു വ്ളോഗർ അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയുണ്ടായി. അധിക്ഷേപിക്കുകയല്ല, അദ്ദേഹത്തിനോട് കാരണങ്ങൾ പറഞ്ഞു. എന്തിനാണ് അങ്ങനെ ഒരു, ശരിക്കും പറഞ്ഞാൽ നിയമത്തിൽ നോക്കിയാൽ ആ വ്ളോഗർ പറഞ്ഞത് നീതീകരണമാണ്. കാരണം ഒരിക്കലും ലഫ്റ്റനന്റ് കേണൽ എന്ന് പറഞ്ഞ യൂണിഫോം ഇട്ടുകൊണ്ട് ഒരിക്കലും നമുക്ക് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഓഫറുകൾ ഒരിക്കലും ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല. അല്ല, അതിപ്പം പറഞ്ഞു വരുമ്പോഴത്തേക്കും അത് മറ്റൊരു ടോപ്പിക് ആണെങ്കിൽ ഞാൻ ചുരുക്കി പറയാം. ഒരു സാധാരണക്കാരനോ അല്ലെങ്കിൽ ഒരു ഫിലിം സ്റ്റാറിനോ വെറുതെ അങ്ങോട്ടേക്ക് കടന്നു കയറാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ അവിടെ ഒരാൾക്ക് സഹായം ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സ്പേസ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ ഒരു എന്ത് പവറാണോ അദ്ദേഹത്തിനുള്ള അത് ഉപയോഗിച്ച് അവിടെ ചെന്ന് ബാക്കിയുള്ള ആളുകൾക്ക് അവിടെ ആൾക്കാർ, അതായത് ദ്രുത സേന അവിടെ ഓരോ മൊമെന്റിലും ആൾക്കാരെ മണ്ണിനടിയിൽ നിന്ന് ശരീരഭാഗങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലാലേട്ടൻ എന്ന് പറഞ്ഞ നമ്മുടെ ലഫ്റ്റനന്റ് കേണൽ അവിടെ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഈ പട്ടാളക്കാരുൾപ്പെടെ അവരുടെ ജോലി നിർത്തി അദ്ദേഹത്തോടൊപ്പം കൂടുകയാണ് ചെയ്തത്. അവിടെ സംഭവിക്കുന്നത് സാധാരണക്കാരന് നീതി നഷ്ടപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്. മറിച്ച് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സാധാരണക്കാരനായിട്ടൊരു കേണലാണെന്നുണ്ടെങ്കിൽ അവിടെ മുഖം മറിച്ചൊരു കേണൽ വന്നിരുന്നു, അദ്ദേഹത്തിന് ചുറ്റിനും ആരാധകർ വന്നില്ല, മുഖം തകർന്നിട്ടും ഒരു ലഫ്റ്റനന്റ് കേണലിന്റെ ഒരു കഥ നമ്മൾ പറയുന്നുണ്ടല്ലോ. പോലെ വലിയൊരു വ്യക്തിയാണെങ്കിൽ ആ ഒരു ദുരിതാശ്വാസത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലാലേട്ടനായ അവിടെ എത്തുമ്പോൾ ചുറ്റുമുള്ള ആളുകൾ കൂടെ അതൊരു ആശ്വാസം പകരും എന്നുള്ള കാര്യം കൂടെ ആലോചിക്കും. ആശ്വാസം പകരുന്നതല്ല അവിടെ കാരണം. അപ്പോ ഈ പറഞ്ഞ ബ്ലോഗറെ ശിക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ഈ പറയുന്ന ലാലേട്ടനിക്കും നിയമ നടപടികൾ വന്നില്ല. എന്തുകൊണ്ട്? കാരണം അദ്ദേഹം ലാലേട്ടനെ ശിക്ഷിക്കുന്നല്ല, നിയമം എല്ലാവർക്കും ഒരുപോലെയല്ലേ. അപ്പൊ ബ്ലോഗർക്കും ലാലേട്ടനും തമ്മിൽ എന്താണ് വ്യത്യാസം? ലാലേട്ടൻ തെറ്റ് ചെയ്തത് ശരിക്കും പട്ടാളത്തിന്റെ തെറ്റ് അദ്ദേഹത്തിന് വരണം. പട്ടാളത്തിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് അദ്ദേഹം തെറ്റ് തന്നെയാണ് ചെയ്തത്. ബിക്കോസ് ഒരിക്കലും ലഫ്റ്റനന്റ് കേണൽ എന്ന് പറഞ്ഞ യൂണിഫോം ഇട്ടുകൊണ്ട് അദ്ദേഹത്തിന് ഒരിക്കലും വാഗ്ദാനങ്ങൾ കൊടുക്കാൻ റൈറ്റ് ഇല്ല പട്ടാള നിയമം അനുസരിച്ച്. എന്നാൽ അദ്ദേഹത്തിനെതിരെ നിയമ നടപടികളൊന്നും വന്നില്ല. ഓക്കെ, അതെന്തു ആയിക്കോട്ടെ, ഞാൻ നമ്മുടെ വിഷയം അതല്ല, നമ്മൾ അതിലേക്ക് തർക്കിക്കണ്ട. അത് പറഞ്ഞ വ്ളോഗറിനെ
ഈ പറയുന്ന മോഹൻലാലിന് പരാതി ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പറയുന്നത് അത് പൊയ്ക്കോട്ടെ. പക്ഷേ ഈ പറയുന്ന സിദ്ദിഖിലേക്ക് വരാം നമുക്ക്. സിദ്ദിഖ് എന്ന് പറഞ്ഞ ജനറൽ സെക്രട്ടറി അമ്മയുടെ സ്ഥാനത്ത് വന്ന ഉടനെ ആദ്യം കൊടുത്ത ഒരു കോളിളക്കം ഉണ്ടാക്കിയ ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ചെകുത്താനെതിരെ അദ്ദേഹം പേഴ്സണലി പരാതി കൊടുക്കുന്നു. നോർമൽ ഒരു പോലീസ് സ്റ്റേഷനിൽ കൊടുക്കേണ്ട പരാതി അദ്ദേഹം ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ച് പരാതി കൊടുക്കുന്നു. ഓക്കെ, പരാതി കൊടുക്കുക. അത് എല്ലാ കേസിലും ഇതേ താല്പര്യം തന്നെ വേണം. തലേന്ന് ഹാജരാകാന്ന് പറഞ്ഞ അയാളെ പിറ്റേ ദിവസം പിടിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി അവിടെ ഇരുത്തി ജയിലിട്ടു. ജയിൽ എന്ന് പറഞ്ഞാൽ അടുത്ത കമ്മ്യൂണിക്കാനുള്ള തെറ്റൊന്നും ഒരിക്കലും അയാളുടെ റിഫർമേഷൻ കേസാണ്. അങ്ങനെ ചെകുത്താൻ വേണ്ടാതീനം പറഞ്ഞാണ് സിദ്ദിഖ് എന്ന് പറയുന്ന നടനാണെങ്കിൽ കംപ്ലൈന്റ് കൊടുത്തത്. അതേപോലെ തന്നെ രേവതി സമ്പത്ത് എന്ന് പറയുന്ന ആ ഒരു അല്ല, അപ്പോൾ നമ്മൾ പറയട്ടെ, രേവതി സമ്പത്ത് എന്ന് പറഞ്ഞ വ്യക്തി അവിടെ നിൽക്കട്ടെ. അങ്ങനെ കംപ്ലൈന്റ് ചെയ്യുമ്പോൾ ഒരാളെ ജയിലിൽ കിട്ടുമ്പോൾ ചെയ്യാത്ത തെറ്റിനേക്കാൾ കൂടുതൽ ഒരു ശിക്ഷ അയാളെ അവിടെ, അയാളൊരു ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നു, ഒരു രോഗിയാണ്. അയാൾ നേരിട്ട് പോയി ഇന്റർവ്യൂ ചെയ്ത ഒരാളെന്ന നിലയിൽ ഞാൻ പറയട്ടെ, 12 മണിക്കൂറോളം അദ്ദേഹത്തിന് ഭക്ഷണമോ വെള്ളമോ ടാബ്ലറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും കൊടുക്കാതിരുന്ന ആ ഒരു മനസ്സാണ് നമ്മുടെ നിയമപാലകർക്കുള്ളത്. അദ്ദേഹം ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ്, ആൻജിയോഗ്രാം ചെയ്തൊരു പേഷ്യന്റ് ആണ്, എന്നിട്ട് പോലും അദ്ദേഹത്തിന് അത് കൊടുത്തില്ല. അത് മേടിച്ചു കൊടുത്തൊരു മനുഷ്യനാണല്ലോ ഈ സിദ്ദിഖ്. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്, നമ്മൾ അതിലേക്കാണ് വരുന്നത്. സിദ്ദിഖ് പറഞ്ഞത് നടന്മാരുടെയും നടിമാരുടെയും ഉന്നമനത്തിനായി ഞാൻ എന്തും ചെയ്യും, അവർക്കൊരു വീഴ്ച ഉണ്ടായി ഞാൻ അവരുടെ കൂടെ നിൽക്കും. ഇപ്പോൾ അദ്ദേഹം ചെയ്തത് എന്താണ്? ഈ പറഞ്ഞ സമ്പത്ത് എന്ന് പറഞ്ഞ രേവതി സമ്പത്ത് എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചു. അവരെന്തോ +2 പഠിക്കുന്നതിന് ആ ഒരു ഗ്യാപ്പില് ആരോപണം ഉന്നയിക്കുന്നു. തീർച്ചയായിട്ടും അന്ന് എല്ലാ ആരോപണങ്ങളാണല്ലോ ഉന്നയിക്കപ്പെടുന്നത് ഇവിടെ. അപ്പൊ സിദ്ദിഖിനെതിരെ വിരൽ ചൂണ്ടിയപ്പോൾ അദ്ദേഹം അത് സമ്മതം എന്ന രീതിയിലാണ് അദ്ദേഹം ആ സ്ഥാനം ഒഴിഞ്ഞു പോയത്. അദ്ദേഹം ആ രാജിവെച്ചില്ലേ? ഒരു കൂട്ടം ആളുകൾ നിന്നിട്ട് ഒരു കൂട്ടം ആളുകള് ഒരു പകൽ സമയം ഉച്ചയ്ക്ക് 12 മണിക്ക് ആൾക്കാർ പറയാണ്, എല്ലാരും കൂടെ പറയാണ് ഇത് രാത്രി 12 മണിയാണ് എന്ന് പറയുമ്പോൾ ഇയാൾ സിദ്ദിഖ് എന്ന നടൻ മാത്രം പറയുന്നു അല്ല ഇത് പകൽ തന്നെയാണ് എന്ന് പറയുമ്പോൾ ആരും അംഗീകരിക്കുന്നില്ല. അപ്പൊ പിന്നെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിയല്ല ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും ആരോപണം വരുമ്പോ എല്ലാരും ഇയാൾ തെറ്റുകാരനാണ് എന്ന് മൗനം സമ്മതം എന്നാണ് അതിനർത്ഥം. നമ്മൾ എപ്പോഴും കേട്ടുള്ളൂ. ഒരിക്കൽ പ്രതികരിച്ചു. അദ്ദേഹത്തിനെതിരെ വന്നൊരു ഫേക്ക് അലിഗേഷൻ ആയതുകൊണ്ട് അദ്ദേഹം DGPക്ക് കംപ്ലൈന്റ് ഞാൻ കാണുന്നുണ്ട്. ഇത് നിങ്ങളിപ്പോ ആരോപണം എന്ന് പറയുന്നത് ഇതൊക്കെ വെറും വാർത്തകൾ മാത്രമാണ്. നിങ്ങൾ പറയുന്ന മാധ്യമങ്ങൾ പടച്ചുവിടുന്ന വാർത്തകളാണ്. പക്ഷേ അപ്പോൾ അവിടെ റിയലിസ്റ്റിക് ഒരു കാര്യം സംഭവിച്ചു. ഈ പറയുന്ന വ്യക്തി അവിടുന്ന് അമ്മ എന്ന് പറയുന്ന ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയാ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പദവിയാണ് ഉപേക്ഷിച്ചു പോയത്. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന്റെ കൈകൾ കറുത്തതാണ്. അദ്ദേഹം ആരോപണ വിധേയനല്ല, അദ്ദേഹം ശരിക്കും തെറ്റ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്ന് സ്വയം ബോധ്യപ്പെടുത്തി അദ്ദേഹം ഇറങ്ങി പോകുന്നവർ. കാരണം ഇനിയും ചിലപ്പോൾ ആരോപണങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് വന്നേക്കാം. ഇനിയും ഒരുപാട് നടിമാരും ഒരുപാട് എന്താ പറയുന്നത് 18 വയസ്സുകാരും 15-17 വയസ്സുകാരും ഒക്കെ വന്നേക്കാം. ഇതെന്തോ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇങ്ങനെ നടിമാരോട് ചെയ്യാൻ സാധിക്കുന്ന ഒരു റിയൽ ഒരു മാഫി? ഈ പറയുന്ന പവർ ടീം എന്ന് പറഞ്ഞ ഹേമ കമ്മീഷനിൽ ഒരു പവർ ടീമിന്റെ കാര്യം അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിൽ ഒരാൾ തീർച്ചയായും ചിലപ്പോൾ സിദ്ദിഖാണെന്ന് നമുക്ക് പറഞ്ഞുകൂടെ? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരട്ടെ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അല്ലേ മിസ്റ്റർ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്? ഹേമ കമ്മിറ്റിയിൽ 263 പേജുകൾ പുറത്തു വന്നു കഴിഞ്ഞു. 300 പേജ് ഉള്ളതിനകത്ത്. എന്നിട്ട് ആ ഹേമ കമ്മിറ്റി ഏതെങ്കിലും നടന്മാരുടെ പേര് ഇവിടെ പുറത്ത് പറഞ്ഞിട്ടുണ്ടോ? ഹേമ കമ്മിറ്റിക്ക് ഏത് നടന്മാരാണെന്ന് എനിക്കെങ്ങനെ അറിയാം? മീഡിയാസിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞിട്ടുള്ള പേരുകൾ ചിലപ്പോൾ അതിനകത്ത് പറയാത്ത പേരുകൾ ഉൾപ്പെടെയാണ് ഇവിടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ചിലപ്പോൾ വലിയ ബിംബങ്ങളായിരിക്കും. അത് നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം രേവതി സമ്പത്ത് പറഞ്ഞതുപോലെ അങ്ങനെ ഒരു ദുരവസ്ഥ ആ ഒരു വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പം നിയമത്തിന്റെ വഴിയിലല്ലേ സഞ്ചരിക്കുന്നത്? പ്രതികരിച്ച അതിജീവിതയ്ക്ക് എന്താണ് സംഭവിച്ചത്? അത് പേടിച്ച് തന്നെയാണ് ഈ പറയുന്ന ഈ അതിജീവിതയ്ക്ക് എന്ന് പറയുന്ന അതിജീവിത പേര് ഞാൻ ഇവിടെ പറഞ്ഞില്ല, നിങ്ങൾക്ക് മനസ്സിലായിക്കാണ് ഞാൻ ആരെ ഉദ്ദേശിച്ചത്. അതിജീവിത എന്ന് പറഞ്ഞ വ്യക്തിക്കെതിരെ നടന്ന ആക്രമണം, അതായത് ലൈംഗിക അതിക്രമണം ചെയ്ത ഒരു ഗുണ്ടയെ വെച്ചിട്ടാണ്. അതുപോലെ ആക്രമണങ്ങൾ ഇവരെ പലരും അത് ഭീഷണിപ്പെടുത്തുന്ന കൊന്നു കളയുമെന്ന് പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തുന്ന ഒരു രേവതി സമ്പത്ത് പറഞ്ഞിരിക്കുന്നത്. ജീവൻ കൊതിയുള്ളവർ അവരുടെ ഗതികേട് കൊണ്ടായിരിക്കും അവർ വിട്ടാതിരുന്നത്. ആ ഗതികേടിനെയാണ് ഇയാളെ പോലുള്ള നരാധമന്മാർ മുതലാക്കിയെന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ. ഇപ്പം രേവതി സമ്പത്തിനാണെങ്കിൽ ഏതൊരു നടിയുടെ ആണെങ്കിലും ഏതൊരു വ്യക്തിയാണെങ്കിലും സ്ത്രീയോ പുരുഷനോ ആരും ആയിക്കോട്ടെ, ഒരു വ്യക്തിക്ക് നമ്മുടെ നാട്ടിൽ ഇപ്പൊ നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് സപ്പോർട്ട് ചെയ്ത് തന്നെയായിരിക്കും ഞാൻ നിൽക്കുക. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേവതി സമ്പത്ത് 2021 ഇട്ടിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റിനകത്താണെങ്കിൽ 14 പേരുടെ പേരുകൾ അതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. ആ 14 പേരുകൾ പറയുന്നത് എന്നെ പീഡിപ്പിച്ച ആളുകൾ ഇത്രയെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് പ്രതികരിച്ചിട്ടുള്ളത്. എന്തൊരു ബോൾഡ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഷിജിചേട്ടനെ പറ്റിയിട്ടാണെങ്കിൽ ഷിജിചേട്ടന്റെ പേരും അതിനകത്ത് വന്നിട്ടുണ്ട്. റീസെന്റ് അഖിൽമാരാർ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷിജിചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മറ്റെന്തോ കാര്യങ്ങൾ സംസാരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ എന്തൊരു വാക്കുകൊണ്ടുള്ള വെർബലി ഉള്ള എന്തോ കാര്യങ്ങൾക്കാണ് ഇതുപോലെ പീഡനം എന്ന്
പറഞ്ഞുകൊണ്ടിട്ടുള്ളത്. അല്ലാതെ ഒരു പീഡനമോ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല. അത് ശിവന് നിയമം അറിയാത്തതുകൊണ്ടാണ്. വാക്കുകൾ കൊണ്ട് പറഞ്ഞാലും അത് പീഡനം തന്നെയാണ്, നോട്ടം കൊണ്ട് ചെയ്താലും അത് പീഡനം. നോർമലായിട്ടൊരു സ്ത്രീയെ നോക്കിയില്ലെങ്കിൽ അതൊരു പീഡനമാണ്. മോശമായിട്ട് എനിക്ക് എന്നോട് എന്നെ ശിവരഞ്ജിത്ത് ഒരു മോശപ്പെട്ട രീതിയിൽ നോക്കിയാൽ ഐ ക്യാൻ ഫീൽ ഇറ്റ്. തീർച്ചയായിട്ടും അപ്പൊ അതൊരു അബ്യൂസിംഗ് ആണ്, ഇറ്റ്സ് എ വേ ഓഫ് അബ്യൂസിംഗ് ആണ്. അതുപോലെ തന്നെയാണ് ഒരു മോശം വാക്ക് എന്ന് പറയുന്നത്, അല്ലാതെ തൊടൽ മാത്രമല്ല പീഡനം എന്ന് പറയുന്നത്. രേവതി സമ്പത്തിന്റെ വാക്കുകളെ നമുക്ക് ഒരു സംശയത്തിന്റെ നിലയിൽ കാണേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് 2021 ഈ ഒരു FB പോസ്റ്റ് വന്നതിന് ശേഷം രേവതി സമ്പത്ത് ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. ആ ലൈവിനകത്ത് അറിഞ്ഞോ അറിയാതെ വായിന്ന് വീണ് പോയിട്ടുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. അതായത് ഒരാൾ ഒരു കമന്റ് ഇട്ടു, ഞാൻ എന്തോ എന്റെ സഹപാഠിയുടെ എന്തോ വീഡിയോ പകർത്തി എന്നുള്ള രീതിയിലൊക്കെ അറിയാതെ പറഞ്ഞു പോകുന്ന ഒരു കാര്യമുണ്ട്. അത് അബിൽ ദേവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പിന്നീട് വന്നിട്ട് സംസാരിക്കുന്നുണ്ട്. അതായത് രേവതി സമ്പത്തിന്റെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോഴത്തേക്കിന് ആ ഒരു വ്യക്തി പഠിച്ചിരുന്ന യൂണിവേഴ്സിറ്റിയിലെ തന്റെ സഹപാഠിയായിരുന്ന റൂംമേറ്റ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ അത് വീഡിയോ എടുത്ത് പകർത്തി പ്രചരിപ്പിച്ചു എന്നുള്ള രീതിയിൽ ഒരു ആരോപണം ഈ ആ ഒരു വീഡിയോക്കകത്തൂടെ സംസാരിക്കുന്നുണ്ട്. അവരെ അറസ്റ്റ് ചെയ്തോ? പോലീസ് ഒരിക്കലും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടി ഇവിടെ നിലനിൽക്കുമ്പോൾ, ഇങ്ങനത്തെ ആരോപണങ്ങൾ കൂടി ഉള്ളപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് ഇവിടെ ഒരാളെ നമുക്ക് വിശ്വസിക്കാനെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, അവർ പറഞ്ഞ ഒരിക്കലും തെറ്റാണെന്നോ കള്ളമാണെന്നോ അവർക്ക് നീതി നിഷേധിക്കപ്പെടണമോ എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നീതി കിട്ടുക തന്നെ വേണം. പക്ഷെ അത് ഇവിടെ നമ്മുടെ നിയമത്തിന്റെ മുന്നിൽ തെളിയിക്കപ്പെടണം. ഒരു ആരോപണമായിട്ട് മാത്രം അത് അവശേഷിക്കരുത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സിദ്ദിഖിനെ അവരോധിക്കുമ്പോൾ ഈ പറയുന്ന അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, നടന്മാരുടെ നടിമാരുടെ ഉന്നമനം, ഇതുപോലെ നരാധമന്മാരായിട്ടുള്ള അല്ലെങ്കിൽ മാംസത്തിന് പുറകെ നടക്കുന്ന മാംസക്കുതിയന്മാരായിട്ടുള്ള ഇത്ര ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന ഈ നടന്മാരെയാണോ അമ്മ എന്ന് പറയുന്ന ആ ഒരു സംഘടനയുടെ തലപ്പത്ത് കൊണ്ടുവരേണ്ടിയിരുന്നെന്ന് ചോദിച്ചാൽ എന്താണ് ശിവ പറയുന്നത്? ഇവിടെ മലയാള സിനിമയിൽ മാംസക്കച്ചവടം നടത്തുന്ന പല ആളുകളും ഉണ്ടായിരിക്കും. അത് തെളിയിക്കപ്പെടണം. അല്ലാതെ ഇപ്പം വലിയ സ്റ്റാർട്ടപ്പിന്റെ ഒക്കെ പേരുകൾ പറഞ്ഞുകൊണ്ട് ഇയാൾ എന്റെ അടുത്ത് ഇങ്ങനെ ചെയ്തു ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ ആരോപണങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല ഇത്. ഇപ്പൊ ആരോപണങ്ങൾ മാത്രമാകുമ്പോഴത്തേക്കിന് അത് അവർക്ക് അത് എതിർക്കാം. ഈ പറയുന്ന എനിക്കാണെങ്കിൽ ഇതൊരു ആരോപണം മാത്രമാണെന്ന് പറഞ്ഞാൽ എനിക്കും അത് എതിർക്കാം. അപ്പോൾ ഒരുപാട് ആരോപണങ്ങൾ പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ. ഇനിയും എന്തെല്ലാം ആരോപണങ്ങൾ വരുമെന്നോ ഏതെല്ലാം സ്ഥാനത്ത് നിന്ന് ആരെല്ലാം രാജിവെച്ചു പോകുന്നോ നമുക്ക് കാത്തിരുന്നതിനെ കാണാം.